ആസൂത്രണം ചെയ്യുന്ന സമയത്ത് വിഭാവനം ചെയ്ത ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ നടന്നു വരുന്നൊരു ചർച്ച, നമുക്ക് നമ്മുടെ ധർമ്മത്തെ കുറിച്ചൊന്നും അറിയില്ല, നമ്മുടെ മഹത്തരമായ സംസ്കാരത്തെ കുറിച്ച് ജ്ഞാനമില്ല, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള വിൽപ്പത്തിയില്ല, ആരെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ചൂളിപ്പോവുകയാണ്. കാര്യമൊക്കെ ശരിയാണ്. നമ്മുടെ സനാതന ധർമ്മത്തെ വെല്ലാൻ, ഹിന്ദു ധർമ്മത്തെ വെല്ലാൻ ലോകത്ത് മറ്റൊന്നില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ആരാണോ അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് ആദരിച്ച് ജീവിച്ച് പ്രചരിപ്പിക്കേണ്ടത്, അവർ വേണ്ടത്ര ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമായി. ഈ വിഷയം ചർച്ച ചെയ്ത സമയത്താണ് ആ സമയത്ത് ഹിന്ദു ഐക്യവേദി നമ്മളിങ്ങനെ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോലും നമ്മൾ കുറ്റം പറഞ്ഞിരിക്കേണ്ടവരാണ്, പരിഹാരം ഉണ്ടാക്കേണ്ടവരാണ്. എന്താണ് പരിഹാരം? നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവരെ അത് ധരിപ്പിക്കുകയും ചെയ്യുക, പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. പ്രചരിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. നമ്മള് ഒരുപക്ഷെ ലോകത്താദ്യമായി ഇപ്പോ നരേറ്റീവുകളുടെയൊക്കെ ആഖ്യാനങ്ങളുടെ കാലമാണ്. സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള ആഖ്യാനങ്ങൾ അതിന്റെ കുത്തൊഴുക്കാണ് ഇപ്പോ. പക്ഷെ ഹിന്ദുക്കൾക്ക് ഈ ആഖ്യാനം പരിചിതമല്ലായിരുന്നു എന്ന് നമ്മൾ കരുതരുത്. ഒരുപക്ഷെ ആദ്യത്തെ ആഖ്യാനം ലോകത്തിൽ നടത്തിയത് ഹിന്ദുക്കളാണ്, ഭാരതീയരാണ്. ഒരു മഹത്തായ ഗ്രന്ഥം രചിച്ച് ലോകത്തിന് മാതൃകയാക്കാവുന്ന ഒരു മഹാപുരുഷനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കേന്ദ്രീകരിച്ച് ഒരു മഹാഗ്രന്ഥം രചിച്ച് മഹാമുനിയായ വാൽമീകി ആ മഹാഗ്രന്ഥം ലവനെയും കുശനെയും പഠിപ്പിച്ച് അവരാ ഗ്രന്ഥത്തിലെ മഹത്തത്വങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ പാടി പാടി നടന്നു. അങ്ങനെ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള ആദ്യകാവ്യമായ രാമായണം ആദ്യത്തെ ആഖ്യാനമാകുന്നു. അത് ലോകം മുഴുവനും പ്രചരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ത്രേതായുഗ കാലത്തിൽ തന്നെ അതിന്റെ തുടക്കം കുറിച്ചത് നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാരുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ കർക്കടക മാസമാണ്. ഇന്ന് ലോകത്തെമ്പാടും രാമായണ പാരായണവും രാമായണ മാസാചരണവും ശ്രീരാമ കഥാതത്വവും എല്ലാം വളരെ മനോഹരമായി നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തുടക്കക്കാരും ആദ്യമായി ഇതിനെ ശരിയാവണ്ണം ഉപയോഗിച്ചവരൊക്കെ ആയിരുന്നു നമ്മുടെ പൂർവികന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഹിന്ദുധർമ്മത്തിന്റെ പ്രത്യേകത തീർച്ചയായും അത് പ്രാചീനമാണ്. പക്ഷേ അത് സമകാലികവുമാണ്, കാലാതിവർത്തിയാണ്. അർവാചീനവും അധുനാധുനവുമായ ധർമ്മമാകുന്നു ഹിന്ദുധർമ്മം. ഈ കാലഘട്ടത്തിൽ അനുപേക്ഷണീയമായ അത്യുദാത്തമായ ദർശനങ്ങളാണ് ഹിന്ദുധർമ്മം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എമ്പാടും സ്വീകരിക്കപ്പെടുന്നുണ്ട്. കിഴക്കും പടിഞ്ഞാറും ലോകത്തെമ്പാടും ഇത് രണ്ടു കൈയും നീട്ടി ഹൃദയം തുറന്ന് സ്വീകരിക്കപ്പെടുന്നുണ്ട്. സ്വീകാര്യത വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇനിയുള്ള സന്ദർഭങ്ങളിൽ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
ഹിന്ദുധർമ്മത്തെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു മഹസന്നിധിയിലാണ്, ഈ ആദിശങ്കര നിലയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ സ്ഥലം തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുത്തത്. ആദിശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധർമ്മം പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ പ്രഭ നശിപ്പിക്കാൻ ശ്രമിച്ച പലതരത്തിലുള്ള ശക്തികൾക്കെതിരായി ഉയർന്നു വന്ന അവതാര പുരുഷനായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ. ശങ്കരാചാര്യ സ്വാമികൾ നടത്തിയ പ്രയത്നം കൊണ്ടാണ് സനാതനധർമ്മം അതിനെ മൂടിയ കാർമേഘങ്ങൾ മാറ്റിയിട്ട് അതിന്റെ രത്നശോഭയുടെ മനോഹാരിതയോടുകൂടി പുനരവതരിപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ധർമ്മ സംസ്ഥാപനം എന്ന ദൗത്യം നിർവഹിച്ച അവതാര പുരുഷനായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ. ധർമ്മത്തെക്കുറിച്ച് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് സ്വാമിജികൾ തന്നെ പറയുമായിരുന്നു. മനുഷ്യജന്മം അതിനു വേണ്ടിയാണ്. മനുഷ്യജന്മത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. ആ മോക്ഷം മനുഷ്യന് മാത്രമേ കിട്ടുകയുള്ളൂ. ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തഥാ വിപ്രദ തസ്മാ വൈദിക ധർമ്മ മാർഗപരത വിദ്വത്തമസ്മാത്തരാം മുക്തിർനോ ശതകോടി ജന്മസുഹൃതർ ഉണർവിനാൽ. 100 കോടി ജന്മത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അസുലഭ സൗഭാഗ്യമാണ് മനുഷ്യജന്മമെന്നും ആ മനുഷ്യജന്മത്തിൽ ധർമ്മത്തെ പഠിച്ചനുഷ്ഠിച്ച് മോക്ഷം നേടണമെന്നുമാണ് ശങ്കരാചാര്യ സ്വാമികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ ഒരു മഹാചാര്യന്റെ സ്മരണകൾ തങ്ങി നിൽക്കുന്ന ഈ സഹിതത്തിൽ ഇപ്പോൾ ഈ കേന്ദ്രത്തിന്റെ മുഖ്യ നടത്തിപ്പുകാരായിരിക്കുന്നത് ചിന്മയ മിഷനും അതിന്റെ സംവിധാനങ്ങളുമാണ്. ചിന്മയാനന്ദ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അപകർഷതാബോധം എമ്പാടും പടർത്താൻ കുൽസിത ശക്തികൾ ലോകമാകെ പരിശ്രമിച്ച സന്ദർഭത്തിൽ സ്വാമി വിവേകാനന്ദന് ശേഷം നമ്മുടെ ഈ മലയാളക്കരയിൽ നിന്നും ഉയർന്നു വന്ന് വിദേശികളുടെ ഭാഷയായ ആംഗലേയ ഭാഷയിൽ തന്നെ ഗീതാ തത്വത്തെ ലളിത സുഭഗമായി അനർഗള സുന്ദരമായി ആവിഷ്കരിച്ച് ലോകത്തെ, വിജ്ഞാന ലോകത്തെ ഭാരതീയ സംസ്കൃതിയിലേക്കും ആത്മീയതയിലേക്കും ഹഠാത് ആകർഷിച്ച സ്മരീയ പുരുഷനായിരുന്നു ചിന്മയാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന്റെയും സ്മരണകൾ തിളങ്ങി നിൽക്കുന്ന, അദ്ദേഹത്തിന്റെയും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു സങ്കേതത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തീർച്ചയായും ഭാഗ്യമാണ് ഈ സ്ഥാനത്ത് ഒരു തീർത്ഥാടകരെ പോലെ വന്ന് കുറച്ചു ദിവസം ഇവിടെ താമസിക്കാനും ഇവിടത്തെ വായു ഏൽക്കാനും സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഒരു ഭാഗ്യമാണ്. നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിജ്ഞാസുക്കളായി, വിദ്യാർത്ഥികളായാണ് വന്നത്. നേരത്തെ അവിടെ ധ്വജാരോഹണ സമയത്ത് പറഞ്ഞതുപോലെ വിജ്ഞാനത്തെക്കുറിച്ച്, വിദ്യയെക്കുറിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം യാ വിദ്യ സാ വിമുക്തി എന്നുള്ളത് തന്നെയാണ്. വിദ്യ നേടി പ്രബുദ്ധനാവുക എന്ന് ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ ആ പ്രബുദ്ധത നേടാൻ വേണ്ടിയാണ്, നമ്മൾ അറിവ് നേടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പഠിച്ച് പറയുക, പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ സന്ദേശം. നമ്മൾ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധയോടെ കുറിപ്പുകൾ എടുക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ച് തിരിച്ചു പോകാനാണ്. ഇനിയുള്ള ജീവിതത്തിൽ അതിനെക്കുറിച്ച് ഗവേഷണവും പഠനവും നടത്തി പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം. ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി പ്രചരണം നടത്താനും ജീവിക്കാനും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു വന്നിരിക്കുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഈ ജ്ഞാനതീർത്ഥത്തിൽ മുങ്ങി നിവരുമ്പോഴത്തേക്കും പുതിയ ഒരു മനുഷ്യനായി, ധർമ്മപ്രചാരകരായി മാറാൻ ഋഷി പരമ്പരകൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സദ്ഗുരുജ സത്സ്വരൂപാനന്ദ വിഭാഗം
രുദ്ര പൃഥിവീ ച ദൃഢാ യേന സ്വസ്ഥഭിതം യേന നാക യോ അന്തരീക്ഷേ രജസോ വിമാന കസ്മൈ ദേവായ ഹവിഷാ വിധേമ. ഓം സകനാ ഭവതു സകനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്നായിരിക്കട്ടെ. എല്ലാ നല്ല ഫലങ്ങളും നമുക്ക് ഏവർക്കും ഒരുപോലെ ലഭിക്കുമാറാകട്ടെ. തേജസ്സും വീര്യവും നമുക്ക് ഒരുപോലെ ലഭിക്കട്ടെ. നാം അന്യോന്യം നിന്ദിക്കാതിരിക്കട്ടെ. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, കേരളത്തില് പലപ്പോഴും നടന്ന് കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കുറെ അധികം യുവാക്കളെയും യുവതികളെയും നമ്മളുടെ വേദിയില് കാണുന്നതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ ഒരു ത്രിദിന ശിബിരം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഹിന്ദു സമാജം ചില കാര്യങ്ങളില് ഒരല്പം പിന്നോക്കമാണ് എന്നുള്ളത് അക്കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി കാണുന്നത് നമുക്ക് സാമ്പത്തികമായ വലിയൊരു കുറവൊന്നും നമ്മുടെ സമാജത്തിനകത്തില്ല. ബൗദ്ധികമായി നമ്മൾ ഏത് മേഖലയിലും നമ്മൾ വളരെ മുകളിൽ തന്നെയാണ്. പക്ഷേ ഒരു കുറവ് എന്ന് നിൽക്കുന്നത് ആ ഒരു കുറവിന്റെ പ്രശ്നം കൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ശിബിരങ്ങൾ തന്നെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരുന്നത്. ലോകത്തിൽ എല്ലായിടത്തും പ്രാചീനമായ മതബോധങ്ങളാണെങ്കിലും സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അവര് മുമ്പോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാം. അത് നമ്മുടെ ദേശത്തും വളരെ കൃത്യതയോടുകൂടി പൂർവ്വകാലത്ത് നടന്നു വന്നിരുന്നു. വളരെ കൃത്യതയോടുകൂടി നടന്നിരുന്നു. വ്യാപകമായിട്ട് ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ദേശത്ത്. അതുപോലെ തന്നെ പാഠശാലകള്, ഈ അന്യോന്യം പോലെയുള്ള വലിയ പാഠശാലകളുണ്ട്. അത് നമ്മൾ വലിയ വിഷയങ്ങളൊക്കെ അന്യോന്യം ചർച്ച ചെയ്യുന്ന സ്വഭാവമൊക്കെ നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെയും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അപ്രത്യക്ഷമാകുന്ന ഒരു സ്വഭാവം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളുടെ ധർമ്മ വിഷയങ്ങള്, നമ്മളുടെ ബൗദ്ധികമായ ആ ഗാംഭീര്യം, വിഷയഗാംഭീര്യം, അതൊന്നും അറിയാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ കുറച്ചധികം കാലമായിട്ട് മാറിയിരിക്കും.
അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം സമാജം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ ആ ഒരു വിഷയം എടുത്തിരിക്കുന്നത് വളരെ പ്രസക്തമായിട്ട് തോന്നി. ആ വിഷയം നിൽക്കുന്നത് കൾച്ചറൽ മാർക്സിസം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൽ. കൾച്ചറൽ മാർക്സിസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അപകടകരമായ ഒരു സംഗതിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ സ്വത്വത്തിൽ നിന്ന് വളരെയധികം മാറിയുള്ള ഒരു ഗതിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വത്വത്തിന്റെ സ്വഭാവം അത് ഭക്ഷണ രീതിയുടെ കാര്യത്തിലാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ രീതിയിലാണെങ്കിലും ഇടപെടലുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഭാരതീയമായ സ്വത്വത്തിൽ നിന്ന് വളരെ അകന്നു മാറി ഒരുതരം പാശ്ചാത്യമായ രീതികളെ പിന്തുടരുന്ന സ്വഭാവമാണ് കുറച്ചധികം കാലമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഭാഷയിലേക്ക് ഈ കാര്യം പിടിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സാംസ്കാരിക ഈ മാർക്സിസം എന്ന് പറയുന്നതിന്റെ വലിയൊരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്, വലിയ ഇടപെടലാണ്. അതായത് നമ്മൾ കുറച്ച് ശബ്ദങ്ങളെ അത് കുലീനമാണ്, സാംസ്കാരികമാണ്, അല്ലെങ്കിൽ സഭ്യമാണ്, ശ്ലീലമാണ് എന്നും ചിലർ അശ്ലീലമാണ്, അസഭ്യമാണ്, അത് സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷെ അടുത്ത ഇടയില് കുറച്ച് അത് അധികം കാലമായിട്ടില്ല, 2-3 വർഷമേ ആയിട്ടുള്ള ആ ഒരു ഇടപെടൽ കാണാൻ തുടങ്ങിയിട്ട്. അതായത് നമുക്ക് ഇത് ശ്ലീലമാണ്, അല്ലെങ്കിൽ ഇത് സഭ്യമാണ്, ഇത് സാംസ്കാരികമാണ് എന്ന് പറയുന്നതിനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു കൊടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സ്പേസ് നമുക്ക് പറയുവാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ കണ്ടു 2-3 വർഷം മുമ്പ് ആർപ്പോ, ആർത്തവം എന്നൊക്കെ ശബ്ദങ്ങൾ, കവാടം യോനിയുടെ രൂപത്തിൽ വരച്ചു വെക്കുന്ന സ്വഭാവം. അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിൽ കുട്ടികൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് അശ്ലീലമായ ചിത്രങ്ങൾ, ലൈംഗികതയുടെ ചിത്രങ്ങൾ, അത് പെൺകുട്ടികളൊക്കെ തന്നെ വരച്ച് അവർ തന്നെ സ്ഥാപിച്ചു വെക്കുന്ന സ്വഭാവം. എന്നിട്ട് അതിനകത്ത് എഴുതുന്ന ശബ്ദങ്ങൾ മുഴുവൻ അശ്ലീലങ്ങളാണ്. അപ്പൊ ഇതൊരു വലിയ ഇടപെടലാണ്. ഇതിനകത്ത് ശ്ലീലം അല്ലെങ്കിൽ അശ്ലീലം, സഭ്യം, അസഭ്യം, സാംസ്കാരികം, സംസ്കാരരഹിതം എന്നൊന്നും ഒരു പറയുന്ന സംഗതി ഇല്ല എന്ന് പൊതുസമൂഹത്തിലേക്ക് വളരെ ഡയറക്റ്റായിട്ട് ഇട്ടുകൊടുക്കില്ല. ഇത് കണ്ടു ശീലിക്കുന്ന സമാജത്തെ സംബന്ധിച്ചോളം നമ്മൾ അവരോട് പറയുകയാണ്, ഇത് സഭ്യമായതല്ല എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ മനസ്സിലാക്കും? കാരണം അവർ നോർമലായിട്ടാണ്, വളരെ നോർമലാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയുള്ളത് പറയുവാനും അതിനനുസരിച്ച് ഇടപെടുവാനും ഒരു സ്പേസ് വളരെ ആസൂത്രിതമായിട്ട് ഈ പറയുന്ന സാംസ്കാരിക മാർക്സിസ്റ്റുകൾ അതിവിടെ വ്യാപകമായിട്ട് കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. കുറച്ചു കാലം വളരെ സ്പീഡിലാണ് നടക്കുന്നത് എന്നത് മാത്രം. അപ്പൊ ഇത് നമ്മൾ ചെറുക്കേണ്ട ഒരു വിഷയമാണ് വാസ്തവത്തിൽ. ഇത് ചെറുത്ത് കഴിഞ്ഞാൽ തന്നെയും വാസ്തവത്തിൽ നമ്മളെ പലപ്പോഴും മറുപടിക്ക് വേണ്ടി നിർബന്ധിക്കുക. നമ്മൾ അടുത്തിടയ്ക്കൊക്കെ കാണുന്നുണ്ട്, നമ്മളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക, വിശദീകരിപ്പിക്കുക. അവിടെ ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു ദേശത്ത് നമ്മൾ ഇങ്ങനെ വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് അർത്ഥം എന്താണ്? വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കുക. ലോകം മുഴുവൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് ആശ്രയിച്ച ഒരു ദേശമാണിത്. ലോകത്തെല്ലാം കുഞ്ഞുങ്ങളായിട്ട് പിള്ളത്തൊട്ടിൽ ഐറ്റികളൊക്കെ പറഞ്ഞത്, പിള്ളത്തൊട്ടിയിൽ കിടക്കുന്ന സമയത്താണ് നമ്മൾ വലിയ ബൗദ്ധികമായ മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആർക്കും നിഷേധിക്കാൻ പറ്റുന്നില്ല, ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ അതൊക്കെ ഈ ദേശത്തായി. ഈ ദേശത്ത് വന്നാണ് ഇവരൊക്കെയും പഠിച്ചിട്ട് പോയിട്ടുള്ളത്. പാശ്ചാത്യ ദേശത്ത് നിൽക്കുക ഒക്കെ തന്നെ പഠിച്ചിട്ടും ഒക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു ദേശത്ത് ഇന്ന് നമ്മൾ വെറും മറുപടി കൊടുത്തുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും മാത്രം ഇരിക്കുക എന്ന് പറയുന്ന ഒരു ദുർഗതി, അല്ലെങ്കിൽ നമ്മളെ അതിനു വേണ്ടി മാത്രം നമ്മളെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ദുർഗതി, അതൊരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എടുത്തിരിക്കുന്ന നമ്മൾ ഈ 3 ദിവസത്തെ ഈ ഒരു പഠന ശിബിരത്തിൽ വെച്ചിരിക്കുന്ന വിഷയം പഠിച്ച് പറയുക, പറയുവാൻ പഠിക്കുക വളരെ കൃത്യമാണ്. ആ പഠിച്ചും പറയുകയും ചെയ്യേണ്ടത്
നമ്മൾ ഇനി വിശദീകരണങ്ങൾ കൂടിയല്ല, അല്ലെങ്കിൽ മറുപടി പറയുകയും കൂടിയല്ല. നമ്മൾ നമ്മുടെ പാരമ്പര്യോചിതമായ നമ്മുടെ സ്വത്വത്തിന് അനുകൂലമായ അജണ്ടകള് നമ്മൾ ഇനി ഈ സമാജത്തിന് ഇട്ടുകൊടുക്കണം അവിടേക്ക്. ആ അജണ്ടകളിൽ കൂടി അവരെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയണം. മനസ്സിലാവുന്നുണ്ടോ അത് പറഞ്ഞത്? നമ്മൾ അജണ്ടകൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഇനി വിശദീകരണത്തിൽ കൂടി മാത്രം മറുപടി പറയുകയും കൂടി മാത്രമല്ല നമ്മൾ പോകേണ്ടത്. സമാജം, സമൂഹം മുഴുവൻ, പൊതുസമൂഹം മുഴുവൻ എങ്ങനെയാണ് ചലിക്കേണ്ടത്, നിങ്ങളുടെ ചിന്ത എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ സാംസ്കാരികമായ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്നതിനാവശ്യമായ അജണ്ടകൾ നമ്മൾ സമാജത്തിൽ ഇട്ട് കൊടുക്കണം. കഴിയില്ലേ നമുക്ക്? അതിന് നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത് പക്ഷേ നമ്മളുടെ ഈ പ്രാചീനമായ വൈഭവ സമ്പത്തുകളെ ആയിരിക്കണം. നമ്മുടെ അറിവ് എന്ന് പറയുന്ന സമ്പത്തുകളെ ആയിരിക്കണം. ആ അറിവ് എന്ന് പറയുന്ന സമ്പത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് നമുക്ക് ഈ അജണ്ടകൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ അറിവുകൾ നേടുന്നവരായിട്ട് പതിക്കണം. അതാണ് പ്രധാനം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു അറിവില്ലായ്മ, ആ ഒരു ആർജവത്തിലേക്ക്, ആർജവമില്ലായ്മയിലേക്ക് നയിക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഹിന്ദുവൈക്യവേദി ഇങ്ങനെ ഒരു പഠന ശിബിരം ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. ഒരുമാതിരിപ്പെട്ട നല്ല വിഷയങ്ങളൊക്കെ തന്നെയും അതിനകത്ത് എടുക്കുന്നുമുണ്ട്. ഭാരതീയ സ്വത്വത്തെക്കുറിച്ചും ഹിന്ദുധർമ്മ പരിചയത്തെക്കുറിച്ചും, അതുപോലെ തന്നെ രാഷ്ട്രീയമായ മറ്റൊരു വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചുകൊണ്ട് സമാജത്തിനെ ഇനി നയിക്കുന്ന ഒരു സ്വഭാവം ആ പൂർവ്വകാലത്ത് എങ്ങനെയാണോ നയിച്ചിരുന്നത് അതേ ആർജവത്തോടുകൂടി നമുക്ക് ഇനിയും ഈ ദേശത്തെ ഇതിന്റെ സ്വത്തും അല്പം പോലും ചോർന്നു പോകാതെ ഇതിന്റെ ബലം എന്താണ് എന്ന്, ഇതിന്റെ ആർജവം എന്താണ് എന്ന് ലോകത്തെ കാട്ടിക്കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഏതായാലും വളരെ ഭാഗ്യവശാൽ നമുക്ക് അതിന് ചേർന്ന ആ ഒരു ആർജവം മുഴുവൻ, അതിന്റെ ആർജവം എന്ന് തോന്നുമാറ് ഒരു ഭരണാധികാരിയെ കൊണ്ട് നമുക്ക് ദേശത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന് നമ്മൾ സപ്പോർട്ടീവായിട്ട് ജീവിച്ചാൽ മാത്രം മതി. ഒപ്പം സപ്പോർട്ടീവായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന അറിവുകൾ കൂടി നേടണം. അല്ലാതെ കേവലം തുള്ളലിലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ തുള്ളലാണ്, കുറെ വിളക്ക് കത്തിക്കലാണ്, കുറെ കള്ളം വരയ്ക്കലാണ്. ഇതിലൊക്കെ അപ്പുറത്ത് ഇതൊന്നും മാറ്റിക്കൊണ്ടല്ല, ഇതൊക്കെയും നിലനിർത്തിക്കൊണ്ട് അതാണ് ഒപ്റ്റിമം, അതാണ് അറ്റം എന്ന നിലയിലല്ല, അതിന് ഉപരിയായിട്ടാണ് ഈ സ്വത്വം എന്ന തിരിച്ചറിവോടുകൂടി അറിവ് നേടി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഈ 3 ദിവസത്തെ ശിബിരം കഴിയുന്നതോടുകൂടി ആ ഒരു ആർജവം ഇനിയും കൂടുതൽ ഉപനിഷത്തുകൾ പഠിക്കണം, ദർശനങ്ങൾ പഠിക്കണം, മീമാംസാശാസ്ത്രം പഠിക്കണം, ഇതിഹാസങ്ങളുടെ പരിപൂർണമായ ആ ഒരു വ്യവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം എന്നൊക്കെ ഇനി വീട്ടിൽ ചെന്നാൽ ഈ പഠനത്തിന് ശേഷം നമുക്ക് തോന്നലുണ്ടാവും. എന്നിട്ട് നമ്മളത് പഠിച്ച് സമാജത്തിൽ അപ്ലൈ ചെയ്ത് ജീവിക്കണം. അപ്പൊ അതിനുള്ള എല്ലാ ആർജവും ഈ ഒരു ശിബിരം നൽകട്ടെ. ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഗുരുവായൂർ ചെല്ലണം എന്നതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്ന് പോകാൻ കൂടി ഇപ്പോൾ അനുവദിക്കണം എന്ന പ്രാർത്ഥനയോടെ ഓം ശാന്തി ശാന്തി ശാന്തി. മുഴുവൻ ശിബിരാർത്ഥികളുടെയും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ഉദ്ഘാടന സഭയിൽ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഹിന്ദുഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി KP ശശികലയെ രക്ഷിക്കും. വേദിയിലെ സംപൂജ്യ സ്വാമിമാർക്ക് മുന്നിൽ സാദര പ്രണാമം. വേദിയിലെ മറ്റു മാനവീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ ബന്ധുജനങ്ങളെ, ഏവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേടാൻ ഞാൻ ഈ വേദി പ്രയോജനപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം
ഇന്നത്തെ ദിവസം പരിപാവനമായ ഈ ഭൂമിയിൽ വന്ന് പറയാൻ പഠിക്കാനും പഠിച്ചു പറയാനും ഒക്കെ തയ്യാറായി നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുക. എന്ത് എപ്പോൾ എവിടെ വെച്ച് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് ആ ചെയ്യുന്നതിന്റെ ഫലപ്രാപ്തിക്ക് ഒരു എങ്ങനെയാകും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് നമുക്കൊക്കെ അറിയാം. അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ. നേരത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമ്പോൾ പറഞ്ഞു എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം? അറിവ് തന്നെയാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ആ അറിവില്ല എങ്കിൽ പലതിന്റെയും അടിമകളായി നമ്മൾ മാറ്റപ്പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടിയാണ്. അപ്പൊ ഇന്ന് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ അറിവ് നേടാൻ തയ്യാറായി നമ്മളിവിടെ എത്തിയ മണ്ണ് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശങ്കര ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് പുണ്യമായ പവിത്രമായ മണ്ണിലാണ് നമ്മൾ എത്തി. അപ്പോ ഇനി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്നും അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടത് എന്നുമൊക്കെ നമുക്ക് തീരുമാനിക്കാൻ ഇത് വളരെ നിർണായകമാണ്. നമ്മുടെ ഈ ദിവസവും ഈ സ്ഥലവും വളരെ നിർണായകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഏതൊരു പക്ഷേ LG ക്ലാസ് മുതൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചവരെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരെയും ഒക്കെ നമുക്ക് കൂട്ടത്തിൽ ചില പേരുകളും ഒക്കെ നമ്മളങ്ങനെ പറഞ്ഞു. എന്നാൽ ഈ പേരുകളിലൊന്നും വരാതെ തന്നെ ഭാരത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഭാരതത്തിലെ വിദേശ അടിമത്തം ശരിയല്ല എന്ന് തോന്നി. പക്ഷെ യൂറോപ്യൻ അധിനിവേശത്തിന് ശേഷമുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സനാതന ധർമ്മത്തെ പറ്റി ആഴത്തിൽ അറിവുള്ള അതിനെ അനുസരിച്ച് ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ഭാരതത്തിൽ നിന്ന് വിദേശികൾ പുറത്തു പോകണം എന്ന നിലയിലുള്ള ആദ്യത്തെ വിപ്ലവമോ അല്ലെങ്കിൽ കലാപമോ എന്ത് പേരിട്ട് പറഞ്ഞാലും അത് നടന്നിട്ടുള്ളത് എന്ന് പലപ്പോഴും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരുന്നു. അപ്പൊ വിദ്യയാണ് നമ്മളെ പ്രബുദ്ധരാക്കുന്നത്, വിദ്യയാണ് നമ്മളെ മോചിതരാക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ സൂചനയാണ്. അത്തരം ചരിത്രങ്ങളൊക്കെ മാറ്റുകയും മറക്കുകയും ചെയ്തത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ ഇട്ടു വരുന്നു. ആ അടിത്തറയിൽ ബലപ്പെട്ട കെട്ടിടം കെട്ടിയത് ബക്സാർ യുദ്ധത്തിന് ശേഷമാണ്. ആ ബക്സാർ യുദ്ധത്തിന് ശേഷം നികുതി പിരിവ് അടക്കം ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത് ഒരുപക്ഷെ സായുധ കലാപത്തിലേക്ക് പോലും എത്തത്തക്ക തരത്തിലേക്കുള്ള ശക്തമായ സമരം നടത്തിയതൊക്കെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ്. ആ സമരമൊക്കെ നടന്ന മണ്ണിലാണ് ഇന്ന് ക്ഷേത്രങ്ങൾ തകർക്കുകയും ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയും ഹിന്ദുക്കളോട് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലേക്ക് നദിയൊന്ന് കുറുകെ നീട്ടിയിട്ടാണെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് 8% വരുന്ന ഹിന്ദു എല്ലാ പെടാപ്പാടും പെടുന്ന ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിന്റെ ഒക്കെ മണ്ണിലാണ് അന്ന് സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ വിദേശികൾക്കെതിരായി സമരം നടന്നത്. അപ്പൊ ആ ഒരു മണ്ണ് ഇന്ത്യയിൽ പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ജീവൻ രക്ഷിക്കാൻ സാധിക്കുക എന്ന് ഓർത്ത് നദി നീന്തി കിടക്കാൻ നമ്മൾ ഇതൊക്കെ കണ്ടു മറ്റേ മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടു. നദി നീന്തി കിടന്നിട്ടാണെങ്കിലും ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒന്ന് കയറി ജീവൻ കാക്കാൻ കത്തുകൊണ്ട് 8% വരുന്ന ഹിന്ദു അരക്ഷിതരായി കിടക്കുന്നു. ഇവിടെയാണ് നമുക്ക് ഈ വിഷയങ്ങൾ പഠിക്കേണ്ടതിന്റെ പ്രസക്തികൾ. നാളെ ഒരിക്കലും ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ മണ്ണിന് ഇവിടുത്തെ ദേശീയ ജനതയ്ക്ക് അങ്ങനെ ഒരു ഗതി വരരുതെങ്കിൽ അതിന്റെ അടിത്തറ നമ്മുടെ അറിവാണ്. ആ അറിവ് ഗ്രന്ഥങ്ങളിൽ ഇരുന്നത് കൊണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ 100-200 പേരെ പ്രത്യേകിച്ച് യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ വരുന്നു. 4ാമത്തെ ശിബിരവുമായി ബന്ധപ്പെട്ട് വരുന്നു. നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയിലല്ല അവർ. കുറച്ചുപേരെ വിളിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ എന്തൊക്കെ പഠിക്കുന്നത് എവിടെയൊക്കെ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നുള്ള ഒരു ധാരണയിൽ മാത്രം. ഒരു കുടത്തിനകത്ത് ദീപം കത്തിച്ചു വെച്ചാൽ അതിന്റെ വെളിച്ചം കൊണ്ട് പുറത്തേക്ക് കഴിഞ്ഞാൽ ദീപം ഉള്ളിലുണ്ട്. ദീപം എല്ലാമാണ്, പക്ഷെ അത് കുടത്തിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ അറിവുകളൊക്കെ സമാഹരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. ആരും അമരന്മാരെന്നല്ല. നമ്മുടെ കാലം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ അറിവ് കൊണ്ടത് ഒരാൾക്കും ഉപകാരമില്ലാത്ത വിധത്തിൽ സാധാരണ ചാനലോട് ചോദിച്ചല്ല പൂച്ചയ്ക്ക് രോമണ്ടായിട്ട് മുടി വെട്ടുന്നവർക്ക് കാര്യമില്ലല്ലോ. നമ്മുടെ അത്തരം അറിവ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമുണ്ട്. അപ്പൊ പ്രയോജനം എന്താണ്? നമ്മുടെ അറിവുകൾ സമാജത്തെ പരിവർത്തനം വരുത്തുവാൻ പ്രയോജനപ്പെടുത്തേണ്ട അറിവുകളാണ് നമ്മുടെ ഉള്ളിൽ. അത് ധൈര്യമായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാൻ, പ്രചരിപ്പിക്കുകയും ചെയ്യാം. സനാതന ധർമ്മത്തിന്റെ അറിവുകൾ ഇതര മതങ്ങളുടെ അറിവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്.
സനാതന ധർമ്മത്തിന്റെ അറിവുകൾ ഉൾക്കൊള്ളുന്നതോറും അതിനോടുള്ള താല്പര്യം വർദ്ധിക്കുകയും അത് എങ്ങനെയൊക്കെ അതിനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കുക. പക്ഷെ മറ്റു മതത്തിന്റെ അറിവുകൾ അങ്ങനെയില്ല. കുട്ടിക്കാലത്ത് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് മതപാഠശാലകളിൽ പോയി ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് തന്നെ കിട്ടും. പക്ഷെ ബോധം വന്ന് എങ്ങനെ ഒരു പഠിക്കാൻ പുറപ്പെട്ടാൽ അന്ന് ഗുഡ് ബൈ പറഞ്ഞു കൊണ്ടുവന്നിട്ടാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാലം വന്നപ്പോ അല്ലെ ഇസ്ലാമിക പഠനമൊക്കെ കൂടുതൽ ശക്തമായി മദർസ പഠനത്തിന് അപ്പുറമുള്ള പഠനമൊക്കെ നടന്നപ്പോ നമ്മൾ കണ്ട എക്സ് മുസ്ലിംസിന്റെ ഒരു നീണ്ട നിരയാണ്. കാരണം പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ സാധനയെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. പക്ഷെ സനാതന ധർമ്മവും പഠിക്കും തോറും അത് വിദേശികളാകാം മറ്റുള്ളവരാകാം ആരും തല്ലി പഠിപ്പിക്കുന്നില്ല. ബോധം വരാത്ത പ്രായത്തിലൊട്ട് പഠിപ്പിക്കുന്നുള്ളൂ. ബോധം വന്ന് സ്വയം പഠിക്കുമ്പോൾ അവർ കൂടുതൽ അത് ആകൃഷ്ടരാകുകയും അതനുസരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ. കാരണം അതിന്റെ ആ ഉള്ളിലുള്ള അറിവിന്റെ ഘനമാണ്. അത് എത്രമാത്രം കാലാനുസൃതമാണ് എന്നുള്ളത് കൊണ്ടാണ് പഠിക്കുന്നതോറും അതിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് അഭിമാനത്തോടു കൂടി അറിവുകൾ ഉൾക്കൊണ്ട അറിവുകൾ എനിക്ക് ഇന്നതൊക്കെ അറിയാൻ കേട്ടോ എന്ന് നമ്മുടെ ഉള്ളിൽ വെക്കാനല്ല, നമുക്ക് ഓരോരുത്തർക്കും ധാരാളം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ശങ്കര ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് പവിത്രീകരിക്കപ്പെട്ട മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു ഭാരതത്തിന്റെ നടുഭാഗത്തൊന്നുമല്ല, ഒരു മൂലയിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാധ്യമങ്ങളില്ല അല്ലെ, പറയണതൊക്കെ അപ്പളക്കപ്പളെ പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങളില്ല, ലൈവ് കൊടുക്കാനുള്ള സംവിധാനമില്ല, യാതൊരു വിധത്തിലുള്ള ഇന്നുള്ള ഒരു സംവിധാനവും വന്നില്ല, വാഹനങ്ങളില്ല, ഒന്നുമില്ല, പൊതുയോഗങ്ങൾ നടത്താൻ പറ്റുമൊന്നുമില്ല. എന്നിട്ട് ആ വ്യക്തി പരിമിതമായ ആയുസ് വെച്ചുകൊണ്ട് 32 വയസ്സോടുകൂടി കഴിയാണ്, പരിമിതമായ ആയുസ് വെച്ചുകൊണ്ട് ഭാരതത്തെ ഒരു ചരടിൽ ഇണക്കി കൊടുത്തില്ല. ആധ്യാത്മികമായ ഒരു വിപ്ലവത്തിൽ ഭാരതത്തെ ഒരു ചരടിൽ ഇണക്കി കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സനാതന ധർമ്മത്തെ പല വിധത്തിലുള്ള പുഴുക്കേടുകൾ ബാധിക്കുന്ന ഒരു സമയത്ത് അതിനെപ്പറ്റി ഓർത്ത് കരയല്ല ശങ്കരാചാര്യ ചെയ്തത്. തന്റെ കടമ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആലോചിച്ച് നോക്കുമ്പോൾ 600 ഭാഷയല്ല ചിലപ്പോൾ കത്തി നോക്കിയ ഭാരതത്തിനകത്തുണ്ടാവുന്നത്. ലോകത്ത് മുഴുവൻ അത്രയും ഉണ്ടാവുള്ളൂ എന്നറിയും. ഒരേ ഭാഷയ്ക്ക് തന്നെ എത്ര പാഠഭേദങ്ങൾ. ഇപ്പൊ നമുക്ക് ഒരുപക്ഷെ മധ്യ കേരളത്തിലുള്ളവർക്ക് അങ്ങ് തെക്ക് അല്ലെ തെക്കേ അറ്റത്ത് പോയാലും വടക്കേ അറ്റത്ത് പോലെ എന്താ പറയുന്നത് മലയാളം വേറെ ആരെങ്കിലും ചിലപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ട ഗതികളൊക്കെ മലയാളം തന്നെയാവും. ഇത്രയും പാഠഭേദങ്ങൾ ഭാഷാഭേദങ്ങൾ ഉള്ള നാട്ടിൽ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് പോയിട്ട് മലയാളിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ വയ്യായിരുന്നു. കേരളീയനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അന്ന് മലയാള ഭാഷ രൂപം കൊണ്ടിട്ടില്ല. അന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമിഴകത്തിന്റെ ഭാഗമാണ്, അന്ന് മലയാള ഭാഷ രൂപം കൊണ്ടു എന്ന് പറയാൻ വയ്യ. അപ്പൊ ഏതായാലും തമിഴെങ്കിൽ തമിഴ് അത് വെച്ചുകൊണ്ട് എങ്ങനെ ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു, എങ്ങനെ ഭാരതത്തെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിച്ചു, തന്റെ കൂടെ ആളുകളെ വെച്ച് താൻ പറയുന്നത് അംഗീകരിച്ചു. അപ്പോ പറയാനൊരു ഭാഷ പോലും വേണ്ട എന്നുള്ളത് പറയാനൊരു ഭാഷ പോലും, അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള പ്രത്യേകത ഇത്തരം പരിമിതമായ ആയുസ്. നമ്മൾ എത്തിച്ചേർന്ന ഭാഷ പഠിക്കുമ്പോൾ തന്നെ ദിവസം കുറച്ച് പോകില്ലേ. ഈ ഒരു പരിചയവും ഇല്ലാതെ നടന്ന് ഭാരതത്തെ മുഴുവൻ അദ്വൈത സിദ്ധാന്തത്തിലൂടെ ഒരുമിച്ച് ചേർക്കാൻ ഒരു ശങ്കര ഭഗവത്പാദർക്ക് കഴിയുമെങ്കിൽ അത്തരം വംശപരമ്പരകൾ കുറ്റിയേറ്റു പോകുന്നു. ആർക്കറിയാം നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത്? നമ്മളവിടെ ഉറച്ചിരുന്നാൽ അമ്മയുടെ നിർബന്ധ ബുദ്ധിയൊക്കെ കളഞ്ഞങ്ങോട്ട് അല്ലെ സന്യസിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് ഇറങ്ങിച്ചെന്ന് താൻ ഉദ്ദേശിച്ചത് ചെയ്യാതെ പോകില്ല എന്നുള്ള ദൃഢനിശ്ചയാണ്. നമുക്ക് എളുപ്പം വേണമെങ്കിൽ പറയാം അവരൊക്കെ അവതാരങ്ങളല്ലേ. അങ്ങനെ അവതാരങ്ങളായി ഉയരാൻ സാധിക്കണം. നമുക്കൊക്കെ ആർക്കുമായി ഉയരാൻ സാധിക്കണം. മൂടി ശങ്കര ഭഗവത്പാദത്തിലൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്താണ് കീഴടക്കിയത്. പട്ടാളം ഉണ്ടായിരുന്നു കൂടെ, ഇന്ത്യ മുഴുവൻ ഒരു ചരടിലിറക്കി കൊടുക്കുമ്പോ പട്ടാളം ഉണ്ടായിരുന്നു കൂടെ, നിയമം പുറപ്പെടുവിക്കാൻ രാജാക്കന്മാരുണ്ടായിരുന്നത്. അദ്ദേഹം ഭരണം പോലെ നാളെ തൊട്ട് അനുസരിച്ചൊന്നും ഇല്ല. തന്റെ ഈ ആധ്യാത്മികമായ സഭയ്യ തന്റെ നാവ് ഇവിടെയൊക്കെ വന്ന് പലരും മതപ്രചരണം നടത്തി അത്ഭുതങ്ങളൊക്കെ കാട്ടിയിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. കുന്നംകുളത്തൊക്കെ പണ്ട് ഗുരുവായൂർ ഭാഗത്തൊക്കെ പണ്ട് എഴുതി വെച്ചിരുന്നത് എങ്ങനെ അവിടെ ഉള്ളവരൊക്കെ മാറ്റി മതം മാറ്റി എന്നുള്ളത്. അതായത് കയറെടുത്തിട്ട് പാമ്പിനെ പോലെ ആക്കിയെന്നും അത് അല്ലെ ഉടനെ അങ്ങോട്ട് എല്ലാവരും കൂടെ ഇങ്ങനെയുള്ള അവരെ ചോദിച്ചു നമ്മളാരും ചോദിച്ചതൊന്നല്ല. ഇങ്ങനെ അത്ഭുതമൊക്കെ കാട്ടിയിട്ടാണ്. മാജിക് മെസ്മറിസം ശങ്കരാചാര്യത്തിൽ പോലെ ഉണ്ടായിരുന്നു. മാജിക് മെസ്മറിസം ഒന്നുമില്ല. തന്റെ അറിവ് തന്റെ നാവ് വിശ്വസിച്ചാണ് ഈ പഠന ശിബിരത്തിലേക്ക് വിളിക്കുന്നത്. നിങ്ങളുടെ അറിവ് നിങ്ങളുടെ നാവ് ശങ്കരാചാര്യന്മാരുണ്ടാകും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രചരിപ്പിക്കാൻ, അതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക്കാൻ കഴിവ് നമുക്കുണ്ട്. ആ കഴിവ് വിനിയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പൊ നമുക്ക് സാധിക്കും. അത് നോക്കും. തളർന്നിരുന്ന പേർക്കത്തിൽ തളർന്നിരുന്ന പ്രാർത്ഥനയെ ഭഗവാൻ ഉണർത്തിയത് തന്റെ ഉപദേശങ്ങളിൽ, തന്റെ സംവാദത്തിലൂടെ. ആ തളർച്ച മുഴുവൻ മാറി ഉണർന്നിരുന്നു. തളരുന്ന പാർത്ഥന്മാരെ നോക്കി ഭാരതത്തിൽ അല്ലെ ഇവിടെ തളരുന്ന പാർത്ഥന്മാരെ നോക്കി
ചിന്മയാനന്ദ സ്വാമികൾ വീണ്ടും ആ ഗീതയിലേക്ക് തന്നെ യുവത്വത്തെ വിളിച്ചുകൊണ്ടു. ഗീതയിലേക്ക് തന്നെ അല്ലേ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ മോശം, എല്ലാ കാലത്ത് പറയുന്ന പുതിയ തലമുറ മോശമാണ്, പഴയ തലമുറയുടെ എന്നുള്ള പരാതിയാണ്. ഇപ്പൊ എന്തായാലും ഞങ്ങളുടെയൊക്കെ കാലത്തെ പുതുതലമുറ മോശം, ഇപ്പോഴത്തെ യുവാക്കളൊക്കെ യൂസ്ലെസ് ആണ്. സ്വാമിജി പറഞ്ഞ കാര്യം യൂസ്ലെസ് അല്ല, യൂസ്ഡ് ലെസ് ആണ്. അവര് യൂസ്ലെസ് അല്ല, യൂസ്ഡ് ലെസ്. നിങ്ങൾ യൂസ്ഡ് ലെസ് ആവരുത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലുണ്ട്. ഇന്നാണെങ്കിൽ ചിലപ്പോ മന്ത്രിമാര് ചോദിക്കുമായിരുന്നു അല്ലേ, ഇന്നാണ് ചിന്മയാനന്ദ സ്വാമിജിയെ കണ്ടെങ്കിൽ ചിലപ്പോ കേരളത്തിലെ മന്ത്രിമാര് ചോദിക്കും, താനൊക്കെ പത്രപ്രവർത്തകനല്ലോ, താനെന്താ കന്യാശേഖരന്റെ തമ്മിൽ താങ്കള് അല്ലെങ്കിൽ മന്ത്രിയുടെ താൻ ഇന്നതായിരുന്നില്ലല്ലോ, താനെങ്ങനെയായിരുന്നു സ്വാമിയായി എന്നൊക്കെ ധൈര്യപൂർവ്വം ഒന്ന് ചോദിക്കുന്ന ഒരു മന്ത്രികൾ. സാമാന്യക്കാരും ജനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടൊന്നുമില്ലേ, കുട്ടിയിലുണ്ടോ? അപ്പൊ ആ തന്റെ കടമ എന്താ അത് തിരിച്ചറിഞ്ഞ് ഗീതയിലൂടെ സനാതന ധർമ്മത്തിലേക്ക് യുവാക്കളെ കൊണ്ട് അവരെ സ്വാഭിമാനികളാക്കി മാറ്റുകയും ചെയ്ത ചിന്മയാനന്ദ സ്വാമിയുടെ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, സംഘടിച്ച് ശക്തരാകാൻ ശ്രീനാരായണ ഗുരുദേവന് സമാജത്തിൽ അവിടെയും നിയമങ്ങളിലൂടെയല്ല അല്ലെ മറ്റൊരു അടിച്ചേൽപ്പിക്കലിലൂടെ അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയേക്കാം. ഒറ്റയാൾ പട്ടാളങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ അറിവുകൾ അത് അവിടെ വെച്ച് അല്ലെ ഉള്ളിൽ വെച്ച് പൂത്ത് നാശമാകാതെ സമാജത്തിന് പകർന്നു കൊടുക്കാൻ, സമാജത്തെ സ്വാഭിമാനികളാക്കി മാറ്റാൻ അതിന് നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. നമ്മളിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ കഴിവുകൾ ഒന്ന് പുറത്തെടുക്കുക. അതിനാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്, പറയാൻ പഠിക്കുക. എന്തെങ്കിലും പറയാമെന്നല്ല, ജയിക്കാൻ വേണ്ടി. വീട്ടിൽ വഴക്കടിക്കുമ്പോ, സുഹൃത്തുക്കളോട് വഴക്കടിക്കുമ്പോ നമുക്കെന്താ വയനാവ് എന്തെങ്കിലും പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മള് നിങ്ങളുടെ വീടുകളൊന്നും ഉണ്ടാവില്ല. സിനിമയിലെ സീരിയലുകളൊക്കെ കാണില്ല, ഭാര്യ ഭർത്താവിന്റെ വഴക്കടിക്കാൻ തുടങ്ങിയാൽ എവിടൊക്കെ പിന്നെ പോവുക, എന്നിട്ട് പോവും പഴംപുരാണ്. പെണ്ണാണോ വന്ന കാലം തീർന്നു. ഞാൻ അന്നേ നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ നോട്ട് എന്റെ നോട്ടൊക്കെ ആയത്. അവിടുന്ന് ഒട്ടുകൊണ്ട് തുടങ്ങിയത്. കാരണം അപ്പൊ ജയിക്കണം എന്നുള്ള ഒറ്റ എന്നത് പറയുക എന്നുള്ളതോ അതുകൊണ്ട് തന്നെ കാര്യമുണ്ടോ ഒന്നും അല്ല, പറഞ്ഞിട്ടാണ് ജയിക്കണം. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ജയിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് അറിഞ്ഞ് പറയണം എന്ന് പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ആ പറയണത് അറിഞ്ഞ് കൃത്യമായ മരുന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം സനാതന ധർമ്മം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പഠിച്ച് തന്നെ പറയണം. മറ്റത് ഉടക്കിന്യായങ്ങൾ മതി, മുട്ടിന്യായങ്ങൾ മതി. ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞ ഒരു അത്ഭുതം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടേന്ന് ചോദിച്ചാൽ മതി, ഞങ്ങളെ നിങ്ങൾ പട്ടിണി കിടന്ന പരി കൊണ്ടൊന്നും ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് തോന്നുന്നല്ലോ. നമുക്ക് കൃത്യമായി എല്ലാത്തിനും നമുക്ക് പട്ടിണിയുണ്ടോ അത് മാറ്റാൻ പറ്റുന്ന അറിവുകൾ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. കാരണം അധ്വാനിച്ച് ജീവിക്കാനാണ് സനാതന ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ വന്നുകൊണ്ട് നമ്മുടെ ദാരിദ്ര്യം മാറില്ലേ, സ്ഥിരമായിട്ട് മാറും. സ്ഥിരമായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴാണ് കരുത്തുണ്ടാകും? നമുക്കൊരു തളർച്ച വരുമ്പോൾ ഒരാൾ താങ്ങും. ജീവിതകാലം മുഴുവൻ ഒരാൾ താങ്ങി നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ പറ്റും. നമുക്ക് നടക്കണമെങ്കിൽ നമ്മുടെ കരുത്തിന് ഇതാക്കി വരണ്ടേ. ഇതെല്ലാത്തിനും ബാധകമാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മുടെ വ്യക്തിത്വം, സാമ്പത്തികമായിട്ടാകാം അല്ലെ, സാമൂഹികമാകാം, എല്ലാ അവശതകളെയും മറികടക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിന്റെ ശരിക്കും ബീജമന്ത്രങ്ങൾ തന്നെയാണ് സനാതന ധർമ്മത്തിലുള്ളത്. ഇത് പ്രചരിപ്പിക്കാൻ സാധിച്ചാൽ ഇന്ന് സനാതന ധർമ്മത്തിന് ഈ കേരളത്തിലെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഗ്ലാനി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പൂജ്യ സ്വാമിജി പറഞ്ഞത് വളരെ സത്യമാണ്. വേഷത്തിലും ഭാഷയിലും എല്ലാം നമ്മൾ അറിയാത്ത അധിനിവേശം. നമ്മൾ 1947 അധിനിവേശത്തിൽ, ആഗസ്റ്റ് 15 അധിനിവേശത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിതരായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ പുത്തൻ സാമ്രാജ്യത്വത്തിൽ നമ്മൾ അറിയില്ല. പുത്തൻ അധിനിവേശം ഈ പറഞ്ഞ മാതിരിക്കാണ് നമ്മളറിയാം. അതൊരു പക്ഷെ ഭരണം പിടിച്ചെടുക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളറിയാതെ നമ്മളല്ലാതാക്കി മാറ്റുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളിൽ അവർക്ക് മുൻതൂക്കം കിട്ടുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കോളേജുകളിലാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയിലും അശ്ലീലം ഒന്നും അറിയാത്തവർ അശ്ലീലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളും അതേ കോളേജുകളിലൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് വിവേകാനന്ദ സ്വാമിയുണ്ട്, ശങ്കരാചാര്യ സ്വാമികളുണ്ട്, ചിന്മയാനന്ദ സ്വാമിയുണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ അല്ലെ, മന്നത്ത് പത്മനാഭന്റെ ആസകലങ്ങനെ അത്ഭുതം കാണിച്ച അനവധി വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യവും കയറിയാണ് നമ്മൾക്ക്. ഇതും പുറകിലേക്ക് പോയാൽ ശ്രീരാമചന്ദ്രനാകാം, ശ്രീശങ്കരവാനാകാം അല്ലെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. അലറി വരുന്ന സമുദ്രത്തെ വേണമെങ്കിൽ കാതങ്ങൾ പുറകോട്ട് മാറ്റാൻ പറ്റുന്ന പരശുരാമ ശക്തി, വേണമെങ്കിൽ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ശ്രീരാമശക്തി, ഇതൊക്കെ നമ്മളിലില്ലേ. പിന്നെ നമ്മളിതിനെ എഴുതാനുള്ള വിഷമിക്കണം. നമുക്കെന്തുകൊണ്ട് അവരുടെ ആശയങ്ങളെ തോൽപ്പിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോയിക്കൂടാ. സ്വാമിജി പറഞ്ഞ സത്യം. അവരതെല്ലാം നിശ്ചയിക്കുന്നു, നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു അല്ലെ. അവരൊരു പോസ്റ്റർ വെക്കുന്നു, അതിന് മറുപടി പറയുന്നു അല്ലെ. അടുത്ത ദിവസം അവർ വേറൊന്ന് വെക്കുന്നു. അപ്പൊ നമ്മുടെ ജന്മം മുഴുവൻ ഇതുമ പാഴാകും. ഇതിന് മറുപടി പറഞ്ഞു, ഇതിന് മറുപടി പറഞ്ഞു. നമ്മൾ വെച്ച് അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം.
നമ്മുടെ ധർമ്മത്തിലെ ചർച്ച അതിന്റെ അജണ്ട നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കോളേജിലാകാം എവിടെയും ആകാം നമുക്കതിന്റെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കണം. നമ്മൾ പിന്നിലല്ല എന്നുള്ള ബോധമാണ് അതിനാദ്യം വേണ്ടത്. ഞങ്ങൾ ആരുടെയും പിന്നിലല്ല എന്ന ബോധമുണ്ടെങ്കിൽ എവിടെയും നമുക്ക് അത്തരത്തിൽ സാധിക്കും. ഈ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികളോട് 4 ചോദ്യം ആരെങ്കിലും കൂടെ താമസിക്കുന്നവരാകാം, മറ്റുള്ളവരാകാം 4 ചോദ്യം ചോദിച്ച അഭിപ്രായം. കല്ലിൽ എങ്ങനെയാ ദൈവം ഉണ്ടാകുന്നത്, മണ്ണിൽ എങ്ങനെയാ ദൈവം ഉണ്ടാവുന്നത്, ദൈവം എങ്ങനെയാ വലുതാവണം, ഇങ്ങനെ കുറച്ച് ഫിക്സഡ് ചോദ്യങ്ങളുണ്ട്. ഇതെങ്ങനെ ചോദിച്ചാൽ ആ കിടക്കുന്ന വെട്ടിക്ക വാഴ കൊള്ളത് ഒഴിച്ച് നിങ്ങൾ പറഞ്ഞത് തന്നെ ശരിയില്ല, എന്നാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, അങ്ങനെ അങ്ങോട്ട് ധരിച്ച് കൊണ്ടുപോകാൻ ഉള്ള ഒരു അവർക്ക് പരിശീലനമല്ല, അവർക്കതൊരു മടിയില്ലേ. ഇവിടെയാണെങ്കിലോ എല്ലാ അറിവുമുണ്ട്, പക്ഷെ ഇത് പുറത്തേക്ക് വേണ്ടിയാൽ അവർക്ക് എന്താ തോന്നുക, ഇവർക്ക് എന്താ തോന്നുക, ഈ മറ്റുള്ളവർക്ക് എന്താ തോന്നുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത്. അവർക്ക് എന്താ തോന്നുക, ഇവർക്ക് എന്താ തോന്നുക, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്താ തോന്നുക, ഞാൻ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്താ തോന്നുക, അല്ലെ? അങ്ങനെ ചിന്തിക്കുന്നത് ഒരിക്കലും എവിടെയും സ്വാധീനം നേടാൻ സാധിക്കില്ല. അവരെന്തോ ചിന്തിച്ചോട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് പറയാൻ നമ്മൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുക. അപ്പൊ ഇതിലിരിക്കുന്ന ഓരോരുത്തരെയും ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സമാജത്തെ നമ്മോട് അടുപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവിടെയാണ് നമ്മുടെ മോചനം. ഇനി ഒരു അടിമത്തം ഈ നാടിനില്ലാതിരിക്കാൻ, ഇനി ഒരു ഗതികേട് ഈ നാടിനില്ലാതിരിക്കാൻ, ഇന്ന് ബംഗ്ലാദേശിലൊക്കെ അനുഭവിക്കുന്നത് പോലുള്ള ഒരു ദുരവസ്ഥ ഒരിക്കലും ഈ നാടിന് വരാതിരിക്കാൻ, അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൽ ഈ നാട് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചൊരു ജോലി നേടുക, കുടുംബം അല്ലേ, അതൊക്കെ വേണം. നമ്മൾ ജോലി ചെയ്യുമ്പോഴാകാം, നമ്മുടെ കുടുംബം കഴിക്കാവാം, ഇത്തിരി സമയം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുമോ? അത് സോഷ്യൽ മീഡിയയിലൂടെയാകാം, അതല്ലാത്ത പ്രചരണത്തിലൂടെയാകാം. ഒരു വ്യക്തിക്ക് ധാരാളം ചെയ്യാനുണ്ട്. അസാധ്യമായി ഒന്നുമില്ലെങ്കിൽ ഇതിലുള്ള ഓരോ വ്യക്തിയും സ്വന്തം കഴിവ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് സമാജത്തെ കൊണ്ടുവരാൻ സാധിക്കണം. ഭക്തിയാണോ, ഭക്തൻ ഏതായിരിക്കണം നമ്മളവിടെ? എല്ലാവർക്കും ഭക്തിക്ക് വേണ്ടുന്ന സന്ദേശം പകർന്നു കൊടുക്കാൻ കഴിയുന്ന കലയാണോ? അവിടെയും നമുക്ക് നമ്മുടേതായ സ്വാധീനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ അതിന് അപകർഷതാ ബോധമില്ല. ഇവിടെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഞാനൊരു ഹിന്ദുവായി എന്നതൊരിക്കലും ഒരു അപകർഷതാ ബോധമില്ല. അയ്യോ ഇങ്ങനെ ആയിരുന്നില്ലേ, അങ്ങനെ ചില നറേറ്റീവ്സ് ആണ് നമുക്ക് തരുന്നത്. സനാതന ധർമ്മം പറഞ്ഞാൽ അങ്ങനെയായിരുന്നില്ലേ, ഇങ്ങനെയായിരുന്നില്ലേ, മനുസ്മൃതിയിൽ അത് പറഞ്ഞിട്ടില്ലേ, മറ്റേ സ്മൃതിയിൽ ഇത് പറഞ്ഞിട്ടില്ലേ, മനുസ്മൃതി കണ്ടവരാണുള്ള കേട്ടവരാണുള്ള ഒരു കുറ്റമല്ലേ. എന്നാലും 4 ചോദ്യം ചോദിച്ചാൽ നമ്മൾ വിളിക്കും, മനുസ്മൃതി നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വേദം കേട്ട ശൂദ്രന്റെ ചെറിയ ഈയം ഒരുക്കി വയ്ക്കണം, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, അതൊന്നും ചോദിക്കില്ലേ അല്ലെ? വേദം കേട്ട ശൂദ്രന്റെ ചെറിയ ഈയം ഒരുക്കി വയ്ക്കണം എന്നല്ലേ നിങ്ങളെ ധർമ്മം പറഞ്ഞിരിക്കുന്നത്, എവിടെ പറയുന്നതുകൊണ്ട് അവര് ചോദിച്ചൊക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ വേദം പകുത്ത വേദവ്യാസനാരായിരുന്നു? ബ്രാഹ്മണനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ ഈ ഒരുക്കിയ പോലുള്ള ദേഹം മുഴുവൻ ഈയത്തിൽ ഒരുക്കി വയ്ക്കണ്ടേ? കാരണം വേദങ്ങൾ 4 പകുക്കുക ചെയ്യുന്നത് ആരും ചിന്തിപ്പിക്കലും ആദികവി വാൽമീകിയാരെ വേദനാണല്ലോ അല്ലെ? അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഈയത്തിലിട്ട് പുഴുങ്ങട്ടെ, ചെവിയിലൊഴിച്ചാൽ പോലല്ലോ, ഈയത്തിന്റെ കൂടെ കൂട്ടി ഉരുക്കിയെടുക്കണ്ടേ അദ്ദേഹത്തെ? ആരെയും ചെയ്തിട്ടുണ്ട്. ഈ വാസ്തവൊക്കെ അവിടെ കിടക്കുമ്പോൾ ഇതേപോലെ ആരെങ്കിലും ഒരു നറേറ്റീവുമായി നമ്മളെ സമീപിച്ചാൽ അവിടെ ബോധം പോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. അങ്ങനെയല്ല, ഇനി തിരിച്ച് മറ്റുള്ളവരുടെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ ബോധം കളയത്തക്ക വിധത്തിൽ, ശരിക്കും പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ കാട്ടുതീയായിട്ട് ഒരു ദീപമല്ല, നമ്മളിവിടെ കൊളുത്തുന്നത് ദീപമാണ് അല്ലെ? നമ്മൾ കൊളുത്തുന്നത് ദീപമാണ്. ഈ ദീപത്തിൽ നിന്നൊരു വിജ്ഞാനത്തിന്റെ കാട്ടുതീയാണ്, അജ്ഞാനത്തെ മുഴുവൻ വെന്തെരിയിക്കുന്ന ഒരു കാട്ടുതീയായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ശങ്കര ഭഗവത്പാദരുടെ ജന്മം കൊണ്ട് പരിപാവനമായ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ഇവിടുന്ന് ചില സൂചനകൾ കിട്ടുള്ളൂ, ഓരോ വിഷയങ്ങളെ പറ്റിയുള്ള ചില സൂചനകൾ കിട്ടും. അത് കൂടുതൽ നിങ്ങൾ പഠിക്കണം. അത് പുസ്തകങ്ങളിലൂടെയാകാം, അത് മറ്റേ നമ്മുടെ എന്താ പറയുക നെറ്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാകാം. എങ്ങനെയായാലും കൂടുതൽ ആ ഒരു വിഷയത്തെ പറ്റി പഠിച്ച് നമുക്കൊരു സ്ഥിരത കിട്ടും. നമുക്കൊരു 10 ആളോട് പറയാൻ പറ്റും. അത് ഭംഗിയായി പറയണം. എങ്ങനെ പറയുന്നു എന്നുള്ളത് അല്ലെ വളരെ നിർണായകമാണ്. എങ്ങനെ പറയുന്നു വലിയ അറിവ്, ഒരുപക്ഷെ വിജ്ഞാന എന്താന്ന് പറയുന്നത് നമ്മുടെ എൻസൈക്ലോപീഡിയ തന്നെ ആകാൻ ചെലവ്. പക്ഷെ അവര് പറഞ്ഞത് ഒരാൾക്ക് ഒരു ചുക്കും മനസ്സിലാവാത്ത ഘട്ടമായാൽ അറിവുണ്ടായിട്ടും വലിയ കാര്യമില്ല. അപ്പൊ കേൾക്കുന്നവരെ ശ്രദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് എങ്ങനെ പറയണം. അപ്പൊ ഇത് രണ്ടും പഠിക്കണം. ഒന്ന് നമ്മൾ അറിവുണ്ടാകണം, 2 അറിവ് എങ്ങനെ പകർന്നു കൊടുക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ താല്പര്യമെങ്കിലും ഇവിടെ നമുക്കുണ്ടാകണം.
മുഴുവൻ വന്ന് 3 ദിവസം കൊണ്ട് എല്ലാം കൊണ്ട് മറ്റേ എന്താണ് പറയട്ടെ ക്യാപ്സ്യൂളാക്കി തരാനൊന്നും നമുക്ക് പറ്റില്ല. ഈ 3 ദിവസം കൊണ്ട് അറിവ് നേടാനുള്ള താല്പര്യം ഉണ്ടാകണം. അറിവ് ഭംഗിയായി അവതരിപ്പിക്കേണ്ടത് എങ്ങനെ? അതിപ്പോ ഒരാൾ പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞ പോലെയല്ല വേറൊരാൾ അവതരിപ്പിക്കും. അത് സ്വന്തം രീതിയാണ്. അവനവന്റേതായ ഒരു രീതി അതില് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ പറഞ്ഞാലാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുക എന്നുള്ളത് ഒരു രീതി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭാരതത്തെ മുഴുവൻ ശങ്കരബന്ധോത്പാദനത്തെ തന്നിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഇതുപോലെ എങ്ങനെയാണോ തന്നിലേക്ക് മറ്റുള്ളവരെ ശ്രദ്ധിപ്പിക്കാൻ സാധിക്കുക, ആ ഒരു രീതി സ്വന്തം വാർത്തെടുക്കുക. ഒരു ഇത്തിരി സമയം മാറ്റി വെക്കാൻ മനസ്സ് കാണിക്കുക. ഇത്തിരി സമയം സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെച്ചാൽ ഒത്തിരി മാറ്റം ഉണ്ടാക്കാം. ഓരോരുത്തർ കുറച്ച് സമയം മാറ്റിവെച്ചാൽ മതി. ജീവിതകാലം മുഴുവൻ ഒരു പക്ഷെ നമ്മൾ ബാക്കിയെല്ലാം കുടുംബം വേണ്ട എന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രചരണത്തിൽ ഇറങ്ങുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തിരി സമയം സനാതന ധർമ്മത്തിന്റെ പ്രചരണത്തിനും പാലനത്തിനും പോഷണത്തിനും വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ അതിന്റെ പോരാളികളാണെന്ന് ഉറപ്പിക്കുക. സനാതന ധർമ്മ സംരക്ഷണത്തിന്റെ പോരാളികളാണ്. നാളെ ഈ ഭാരത മണ്ണിൽ നിന്ന് ആർക്കും ഇറങ്ങിപ്പോകേണ്ട ദുര്യോഗം ഉണ്ടാകാതിരിക്കാൻ ഇന്നേ പോരാടുന്ന പോരാളികൾ. നാളെ ഈ നാടിന്റെ സ്വാതന്ത്ര്യം അടിയറ വെക്കാതിരിക്കാൻ ഇന്നേ നാടിന് കാവൽ നിൽക്കുന്ന പോരാളികൾ. നാളെ ഈ നാടിന്റെ അറിവുകൾ ഒരിക്കൽ കൂടി കത്തിച്ച് കളയാതിരിക്കാൻ, ഈ നാടിന്റെ അറിവുകളെ മോശമെന്ന് പ്രചരിപ്പിക്കാതിരിക്കാൻ ഇന്നേ അതിന് കാവൽ നിൽക്കുന്ന പോരാളികൾ. നമ്മുടെ അറിവുകൾക്ക്, നമ്മുടെ വിശ്വാസങ്ങൾക്ക്, ഇതിനൊക്കെ ഇന്നേ കാവൽ നിൽക്കുന്ന പോരാളികൾ. തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ഈ കേരളം, ഭാരതം ഉണരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സ്വാതന്ത്ര്യം പുലരിക്കും. പോരാ നാളിൽ ദൂരെ ഉയരത്തിൽ ഭാരതലക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ. ഇതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. പതാക ഉയർന്ന കുടിമ കെട്ടിയോണ്ട് കാര്യമുണ്ടോ എന്ന്? ഭാരതലക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ ഇനിയും ഉയരട്ടെ എന്ന് പറഞ്ഞാല് പണ്ട് കാലത്തൊക്കെ ഈ ഇലക്ഷൻ വന്ന നാട്ടിലൊക്കെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആരാ കൂടുതൽ ഉയരത്തിന് കുടിയിട്ട് എന്നിട്ട് ആളിന്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി വലിയ പോകും മറ്റേ മുളയമൊക്കെ കെട്ടി. അങ്ങനെയൊക്കെ അത് ഉദ്ദേശിക്കുന്നത്. ആ തൃപ്പതാകകൾ ഉയരണമെങ്കിൽ അത് ഈ നാടിന്റെ സ്വാഭിമാനത്തിൽ, സ്വാശ്രയത്വത്തിൽ, സ്വാധീനത്തിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ടവർ നമ്മളാണ്. ഞങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താകരുത്. ഇതിലുണ്ടാകണം അല്ലെ ഈ നാടിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ശങ്കരന്മാർ, ചിന്മയാനന്ദന്മാർ അല്ലെ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഈ മണ്ണിന് നമ്മളെ മാറ്റാനുള്ള ശേഷിയുണ്ട്. ആ ശേഷി നമ്മളിലൊക്കെ തന്നെ ഫലവത്താകട്ടെ. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ആശ്വസിക്കാൻ സാധിക്കണം. ഞങ്ങളുടെ പ്രവർത്തനം തെറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ വിളിച്ചത് തെറ്റിയില്ല, വിളിച്ച് പോയി വീട്ടിൽ പോയി ഇരിക്കരുത് കേട്ടോ. അപ്പോ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ, നല്ല പ്രചാരകരാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദനം. ഈ ശിബിരത്തിന് ആശംസ പറയുന്നതിന് വേണ്ടി എന്റെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ CA ഉണ്ണികൃഷ്ണൻ അവർ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഈ ത്രിദിന പഠന ശിബിരത്തിന്റെ സമാപരണീയ അധ്യക്ഷൻ വത്സൻ, വേദിയില് ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സില് ഉപവിഷ്ടരായിട്ടുള്ള ഗുരുജനങ്ങളെ, സ്നേഹനദികളായ യുവതി യുവാക്കളെ എല്ലാവർക്കും സാദര നമസ്കാരം. എന്തുകൊണ്ടും മുജ്ജന്മ സുഹൃതം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചവരായതുകൊണ്ടാകാം സനാതന ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച സമയത്ത് സാക്ഷാത് ജഗദ്ഗുരു ശങ്കരാചാര്യ ഭഗവത്പാദർ ജന്മം കൊണ്ട് സുഹൃതമാക്കിയ ഈ ആദിശങ്കർ നിലയത്തിൽ തന്നെ 4ാമത് പഠന ശിബിരം നടത്താൻ സാധിച്ചതും അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചതും ഏതോ മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമായിരുന്നു. ഒപ്പം സംപൂജ്യ സ്വാമി ചിന്മയാനന്ദ സരസ്വതി ഈ ശങ്കരാചാര്യ ജന്മഗൃഹം ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യവും അതും സനാതന ധർമ്മത്തെ ഈ സമാജത്തിൽ ഗ്ലാനി സംഭവിച്ച സമയത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ ഗീതയെ കുറിച്ചും സനാതന ധർമ്മത്തെ കുറിച്ചും പ്രചരിപ്പിച്ച സംപൂജ്യ ചിന്മയാനന്ദ സ്വാമി തന്നെ ഏറ്റെടുത്ത് ഇപ്പോൾ അന്താരാഷ്ട്ര ചിന്മയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ആദിശങ്കര നിലയത്തില് ഈ പഠന ശിബിരം പൂർത്തിയാകുമ്പോൾ അധ്യക്ഷൻ പറഞ്ഞതുപോലെയും മുഖ്യ പ്രഭാഷകൻ നമ്മുടെ സംപൂജ്യ സത്സ്വരൂപാനന്ദജി ഉദ്ഘോഷിച്ചതുപോലെയും
ഇപ്പോൾ സംസാരിച്ച നമ്മുടെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും വീണ്ടും വീണ്ടും വിശകലനം ചെയ്യുകയും അത് സമാജത്തിൽ പ്രചരിപ്പിക്കുകയും എങ്ങനെയാണോ നമ്മുടെ സനാതന ധർമ്മത്തിന് ഗ്രാമി സംഭവിച്ചപ്പോൾ ഇത്തരത്തില് ജഗദ്ഗുരു ശങ്കരാചാര്യനും പങ്കുവച്ച ചിന്മയാനന്ദ സ്വാമികളും ഒക്കെ അതിനെ തരണം ചെയ്ത് വീണ്ടുമുള്ള സനാതന ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് വീണ്ടും ഭാരതത്തെ ഒന്നാക്കി മാറ്റിയത് അത് ഇപ്പോ നാം കാണുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ഗ്ലാനി സംഭവിക്കാൻ ഇടയുള്ളതുകൊണ്ടാണ് ആ ഗ്ലാനി സംഭവിക്കുന്നത് വീണ്ടും പരിഹരിച്ചുകൊണ്ട് ഈ സനാതന ധർമ്മത്തെ നിലനിർത്താനുള്ള ഒരു പഠന ശിബിരമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ നമുക്ക് ലഭിക്കുന്ന ഈ അറിവുകളെല്ലാം സമ്പാദിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് അത് സമാജത്തിൽ പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി തീരട്ടെ. അതിന് ശങ്കരാചാര്യ ജഗദ്ഗുരു സ്വാമികളുടെയും പങ്കുവച്ച ചിന്മയാനന്ദ സ്വാമികളുടെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആശംസ ആദ്യം പറഞ്ഞത്. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഭാഗ്യവശാൽ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രമായ ഈ മേൽപ്പാവൂർ മന ഭാഗ്യവശാൽ പിന്നീട് ഗീതാ പ്രചാരണത്തിലൂടെ സംഭവിച്ച ചിന്മയാനന്ദ സ്വാമിജി ലോകം കീഴടക്കിയതിൽ ആ ചിന്മയാനന്ദ സ്വാമിജിയിലെ കൈവരാൻ സാധിച്ചത് അതൊരു ഭാഗ്യം തന്നെയാണ്. ഏകദേശം 1988 അതിന് ഭാഗവാക്കാവാൻ ഭാഗ്യമുണ്ടായ ആളാണ്. 88 ഈ ചിന്മയാനന്ദ ഈ സംഭൂജ്യ ശാരദാനന്ദ നമ്മുടെ ശങ്കരാചാര്യരുടെ ജന്മഗൃഹം അവിടെ സന്ദർശിച്ച സമയത്ത് വെറും 22 വയസ്സ് പ്രായമായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കവളം താലൂക്കിന്റെ പ്രധാനമായിരുന്ന തിരുവനന്തപുരം ദിലീപുമാറും ഞങ്ങളിവിടെ ഈ ശങ്കരാചാര്യ ഇന്ന് സന്ദർശിക്കാൻ വന്ന സമയത്ത് പല പ്രാവശ്യം ഒരു 6 തവണ ഇവിടെ സന്ദർശിക്കാൻ വന്നെങ്കിലും അകത്ത് കയറി അതിനെ കാണുവാനോ ദർശനം നടത്താനോ ഒന്നും സാധിച്ചില്ല. അവർ അനുവദിച്ചില്ല. അന്നത്തെ ആദ്യ ബ്രാഹ്മണരുടെ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കയറാൻ സമ്മതിച്ചില്ല. അങ്ങനെ 5 തവണ നമ്മൾ വന്നപ്പോൾ കയറാൻ സാധിച്ചില്ല. നമ്മൾ വന്നത് ശങ്കരാചാര്യരുടെ ജന്മഗൃഹം എങ്ങനെയോ വിൽക്കുകയാണെന്നും അത് വേറെ ആരോ വാങ്ങിക്കാൻ പോവുകയാണെന്നും ഒരു ശ്രുതി കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശിക്കാൻ വന്നത്. പക്ഷെ 6ാമത്തെ തവണ വന്നപ്പോൾ പൂമുഖത്ത് ഇപ്പൊ നമ്മൾ കയറുന്ന യുദ്ധത്തിന്റെ പൂമുഖം ഇപ്പോൾ തന്നെയാണ്. പൂമുഖത്ത് ആരെയും കാണാത്തതുകൊണ്ട് നേരെ കയറിയ പൂമുഖത്ത് കയറിയത് പത്രം വായിച്ചിരുന്നു. അപ്പോഴാണ് ആ സമയത്തുള്ള തിരുമേനി അകത്തുനിന്ന് വന്നു. അത് നിങ്ങളും കുറെ പ്രാവശ്യം ആളുകൾ ഇങ്ങനെ വരുന്നു, എന്താ നിങ്ങളോട് കയറുന്നത് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോ രവിചേട്ടൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഈ ശങ്കരാചാര്യയുടെ ജന്മഗൃഹമാണ് അകത്തേക്ക് കാണാൻ വേണ്ടി അവർക്ക് വന്നതാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്പലത്തിന് ഒരു സുഖമില്ലായിരിക്കണം, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ, അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ വലിയ ശുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോ നമ്മൾ ഉടനെ തന്നെ ചോദിച്ചു, അമ്മ അമ്പലത്തിന് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, അമ്മയെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരേ ഒരു ചോദ്യം, ആ ചോദ്യം രവിചേട്ടൻ ചോദിച്ചത് ആ തിരുമനസിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതാണ്. കാരണം സ്വന്തം മക്കൾ ചോദിക്കുന്നത് പോലെ അമ്മയെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്നാണ് ചോദിച്ചത്. ഉടനെ ചെന്നു. അപ്പൊ നമ്മൾ ചെന്നപ്പോ കട്ടിലിൽ അമ്മ കിടക്കുന്ന ഒരു കയറ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ കയറിൽ പിടിച്ചാണ് അവർ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ അവർ എഴുന്നേറ്റിരുന്നു. കാലില് നല്ല വേദനയുണ്ട്. അപ്പൊ രവിചേട്ടൻ കുറെ സമയം കാലിലൊക്കെ തിരുമ്പി കൊടുത്തു. അങ്ങനെ കുറച്ചു സമയം ഞങ്ങളവിടെ ചെലവഴിച്ചു. ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ സംഭവം ഇങ്ങനെ വിൽക്കാൻ പോവുകയാണെന്ന്, ഇത് വേറെ ആരോ വാങ്ങിക്കാൻ പോവുകയാണെന്നോ ഒന്ന് അറിയണമല്ലോ. അപ്പൊ അതിന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഒരു ധൈര്യക്കുറവോ എന്നുകൊണ്ട് ചോദിച്ചില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു? ഇതൊക്കെ ഒരു 12:30 മണിയാവാൻ. അപ്പൊ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇവിടെ 2 പേർക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, അത് 3 ആക്കി തരാം. അപ്പൊ ഞങ്ങൾ 4 പേരുണ്ട്. ചോദിച്ചാലും അവർ 2 പേരും അങ്ങനെ 4 പേരുണ്ട്. അപ്പൊ 3 പേർക്ക് ഭക്ഷണം മതിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നടുമുറ്റത്തിരുത്തി രവിചേട്ടന് ഭക്ഷണം കൊടുത്ത സമയത്ത്, അല്ല എന്തെങ്കിലും സാധന സാമഗ്രികളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് വാങ്ങിച്ചിട്ട് തരാം, ഇന്ന് എന്തായാലും ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും ആഹാര സാധനങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം വേണ്ടായിരിക്കും ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ ഏക്കർ സ്ഥലവും ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർവേ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ അതുകൊണ്ട് ഇത് കൊടുത്തിട്ട് എവിടെയെങ്കിലും പോകാൻ തീരുമാനിക്കുകയാണ് എന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനവധി കാര്യമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ അത് കേൾക്കാൻ വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തത്. അപ്പൊ ഉടനെ നമ്മൾ വീണ്ടും അമ്മ എഴുന്നേറ്റിക്കൊണ്ട് അമ്മോട് പറഞ്ഞു, അല്ല അമ്മയെ, ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു ഇല്ലമാണിത്, വേട്ടക്കൊരു മകൻ സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രം, അങ്ങനെ വളരെ മഹാത്മ്യമുള്ള ഈ സ്ഥലം, അതിങ്ങനെ കൈവിട്ടു പോകുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അമ്മ എന്തോ ഭയഭക്തിയോടുകൂടിയൊക്കെ തിരുമേനിയോട് പറഞ്ഞു, അല്ല ഈ മക്കള് പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നിങ്ങളുടെ കാര്യങ്ങളുടെ വാങ്ങിക്കാൻ ഞാനിത് എന്തായാലും കൊടുക്കാൻ പോവാണ്. അപ്പൊ ഒരു
പുറത്തുനിന്ന് ഒരാൾ വന്ന് നമുക്കിതിന് വില പറഞ്ഞിട്ടുണ്ടോ നോക്കുന്നത്. എന്താ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ പോലെ ഓർക്കണം. അപ്പൊ നമ്മൾ അന്വേഷിച്ചു, പറവം വലിയ പള്ളി, ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന പറവം വലിയ പള്ളിയിലെ പാതിരിയാണ് അത് വാങ്ങിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് സ്വാഗത പ്രാർത്ഥനയും പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. മുൻജന്മ സുഹൃതം തന്നെയാണ്, സൗഭാഗ്യം തന്നെയാണ്, ശങ്കരാചാര്യരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ കയ്യിൽ വന്നത്. അങ്ങനെ നമ്മൾ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് എന്തെങ്കിലും സ്വാധീനം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോ അന്ന് എറണാകുളം വിഭാപ്രചാരകാരന്റെ ഏകവാവേശനത്തുമായിട്ട് ബന്ധപ്പെട്ടു. വാവേശനത്തിനും ആലോചിച്ചും കൂടെ പിറ്റേ ദിവസം കൂടെ വന്നു. അന്ന് സംഘത്തിന് ഇങ്ങനെ എന്തായിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശങ്കരാചാര്യരുടെ അമ്മ വിഗ്രഹം അത് എന്ത് കാര്യമാണെങ്കിലും പ്രശ്നമല്ല, തിന്മ ട്രസ്റ്റിന്റെ ആളുകൾ നാളെ വരും, വിലയൊന്നും പ്രശ്നമല്ല, എന്താ തിന്മയ്ക്ക് വേണ്ടതിന്റെ കൊടുത്തേക്ക് ആൾ നാളെ വരുന്നു. പിറ്റേ ദിവസം ചിന്മ ട്രസ്റ്റിന്റെ ആളുകൾ വന്നു. എന്തായാലും തിന്മേന് വിചാരിച്ചതിനേക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ ചിന്മയാനന്ദ സ്വാമിജി തിന്മ ട്രസ്റ്റുകാർ വന്നു. 1989 ഈ സംഗതി തൃപ്പൂണിത്തുറ വെച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഉജ്ജന്മ സുഹൃതം പോലെ അതിന് പങ്കാളിയാവാൻ സാധിക്കാതെ ഞാൻ അതിന് നമ്മൾ അഭിമാനം കൊണ്ടാണ്. കാരണം അതിനു മുമ്പ് വേറെ നമ്മുടെ പിറവത്തിന് പിറവം എന്നുള്ള സ്ഥലത്തിന് പേര് കിട്ടാൻ കാരണം ജെറുസലേമിലെ യേശുദേവൻ ഉണ്ണിയേശു പറഞ്ഞ സമയത്ത് ആദ്യമായി കണ്ടത് പറവമ്പള്ളിയിലെ രാജാക്കന്മാരാണെന്നും അങ്ങനെ പിറവി കണ്ട സ്ഥലമാണ് പിറവമെന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതിനൊരു പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ടായി. അപ്പോഴാണ് ഇതവർ വായിക്കാൻ പോകുന്നത്. അപ്പോ ശങ്കരാചാര്യരുടെ ജന്മഗൃഹം പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഹിന്ദു സമൂഹമായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ഥലത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അപ്പോ വളരെ ശക്തമായ സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രമാണ്. ചോറ്റാനിക്ക് ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ച ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ട് എഴുന്നള്ളത്തുള്ളതായിരുന്നു. ഈ ഇല്ലത്ത് എല്ലാ ഈ എഴുന്നള്ളത്ത് വന്ന സമയത്ത് ഇറക്കി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ വന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ AP വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലത്ത് വലിയ കാടും വണ്ണമൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ സ്വർണ്ണക്കോലത്തിനും സ്വർണ്ണക്കല്ലുമായിട്ട് ചോറ്റാനിക്കര ഭഗവതി എഴുന്നള്ളത്ത് വന്ന സമയത്ത് അവിടെ വെച്ച് കല്ലെറിയുകയും ഈ സ്വർണ്ണമൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടന്നു. അപ്പൊ ആ സമയത്ത് ഒരു വിധത്തിൽ അവരിവിടെ കടന്നു വന്നു. ശങ്കരാചാര്യരുടെ അന്നത്തെ ഇല്ലത്ത് ഇറക്കി പൂജയൊക്കെ നടത്തിയപ്പോൾ തിരിച്ചു പോകാൻ ഒരു തയ്യാറായില്ല. പക്ഷെ 3 മണിക്ക് ചോറ്റാനിക്കര നടന്നു വെക്കണം, ഭഗവതി ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോ ഒരു പയ്യൻ പെട്ടെന്ന് നടന്നു വന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന സമയത്ത് ചോദിക്കുക, എന്താ പ്രശ്നം ഇങ്ങനെ അവിടെ അങ്ങനെ ശല്യമൊന്നും ഉണ്ടാവില്ല, നമുക്ക് പോകാൻ പോലും. നേരെ ആ ഒരു ചെറിയ യുവാവ് അദ്ദേഹത്തിന്റെ കൂടെ ഈ ചോറ്റാനിക്കര ഭഗവതിയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അത് സാക്ഷാൽ അയ്യപ്പനായിരുന്നുവെന്നും അതുകൊണ്ടാണ് ആ ക്ഷേത്രം സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം നമ്മൾ ആ സമയത്ത് ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് 20 വയസ്സാണ്. അപ്പോൾ 80-90 വയസ്സുള്ള ആളുകൾ പറഞ്ഞ കേട്ട ചരിത്രങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചിന്മയാനന്ദന്റെ ഈ ഏറ്റെടുക്കപ്പെട്ട സ്ഥലം. അങ്ങനെ 89 ഇത് തൃപ്പൂണിത്തുറ രജിസ്റ്റർ ചെയ്ത് ഏറ്റെടുത്തു. ഇത് ഏറ്റെടുക്കുന്ന ചടങ്ങിൽ സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമി നേരിട്ട് വന്നിരുന്നു. മാന്യ പരമേശ്വർജി, സേതുവേട്ടൻ, മാധവജിയൊക്കെ ആ ഏറ്റെടുക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ചിന്മയാനന്ദ സ്വാമിജിയായിട്ട് കുറച്ചു സമയം അനൗപചാരികമായിട്ടും പരിചയപ്പെടുന്ന സമയത്തൊക്കെ സംസാരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ. അതിന്റെ ഒരു അനുഭവമൊക്കെ ചിന്മയാനന്ദ സ്വാമിയുടെ 100ാം ജന്മവാർഷികത്തിൽ ഇവിടുത്തെ ഒരു സ്വാഗതം ആക്കിയപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സംഭവിച്ച ശാരദാനന്ദ സ്വാമിജിയാണ് ഇംഗ്ലീഷിലൊക്കെ ആക്കി റെഡിയായി കൊടുത്തു. സ്വാമിജിയുടെ കഴിവ് നമുക്ക് സംഭവിച്ച ഇപ്പൊ കുറച്ചു മുമ്പ് ടീച്ചർ പറഞ്ഞതുപോലെ സ്വാമിജിയുടെ ദീർഘദൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് അറിയാനുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന പഠനശിബിരം ഇവിടെ നടക്കുന്നത്. പരമേശ്വരജി അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് പഠനശിബിരം നടക്കുന്നത്. 4 ദിവസം ഇതുപോലത്തെ പഠനശിബിരം. അന്ന് പരമേശ്വരജിയുടെ പ്രബന്ധമായിട്ട് 4 ദിവസം ഞാനാണ് കൂടെ ഉണ്ടാക്കുന്നത്. 4ാമത്തെ ദിവസം പരിപാടി 3 മണിക്ക് തീർന്നു. അപ്പൊ ഈ സമാജത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിന്റെ ഒരു കുടുംബ സംഗമം നടത്തുന്നത് പരമേശ്വരജി വന്നു. അന്ന് ഈ ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു പരിപാടി. ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ഹിന്ദു സമൂഹം നിലനിന്നു ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പരമേശ്വരജി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, സാക്ഷാൽ ഭഗവത് പാദ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പിറവി കൊണ്ട് എടുത്ത സ്ഥലമാണ് പിറവം എന്ന നാമം, അല്ലാതെ രാജാക്കന്മാർ കണ്ടതല്ല എന്ന് പരമേശ്വരജി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന ആൾ തന്നെ. അപ്പൊ അങ്ങനെ എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിന്റെ സനാതന ധർമ്മത്തെയും സംരക്ഷിക്കാൻ 4ാമത് ഹിന്ദു പഠന ശിബിരം ഇവിടെ നടക്കാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ നമുക്കിപ്പോ ഇവിടെ വേട്ടക്കിരുമാനും ഭദ്രകാളിയുടെയും സ്വയംഭൂ അയ്യപ്പ ക്ഷേത്രവും സാക്ഷാൽ ശങ്കരാചാര്യരുടെ അമ്മ വീടും ഉണ്ടായിരുന്ന ഈ സ്ഥലം ചിലപ്പോ കുരിശുകൊണ്ട് നിറഞ്ഞാൽ. പിന്നീട് ചിന്മയ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇവിടെ സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റിക്കെതിരെ വലിയ
വ്യാപകമായ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടന സഭയിലും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്യാമെന്ന് അവിടുത്തെ MP KV തോമസും ജോസ് കെ മാണിയും അനൂപ് ജേക്കബുമായിരുന്നു. അപ്പൊ അന്നും കുറെ വലിയ വിഷയങ്ങളുണ്ടായി, കോർട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അത് പരിഹരിക്കാൻ അന്ന് നമ്മുടെ സനാതന ധർമ്മത്തെ ഊട്ടിയുറപ്പിച്ച സാക്ഷാൽ കുമ്മനം രാജേട്ടനെ വിളിച്ചു വരുത്തി. 4 മണിക്ക് അദ്ദേഹം ഇവിടെ എത്തി. അദ്ദേഹം പറയുന്നതിന് മുഖ്യ പ്രഭാഷണം നടത്തിയ യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി ഉദ്ഘാടനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തി. അങ്ങനെ എല്ലാ തരത്തിലും ഹിന്ദു സനാതന ധർമ്മത്തെയും ഹിന്ദു സമൂഹത്തെയും സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുഴപ്പം സംഭവിക്കും